Divisional Accountant Officer, Important Question Discussion, Chapter 7, Part 1, Capital and Revenue, Revenue Accounts, Receipts and Payment Account, Income and Expenditure Account. അപ്പം നമ്മൾ ഇന്നത്തെ പാർട്ട് 1 നോക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പം നമുക്ക് ആദ്യം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ടേം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എക്സ്പെൻഡിച്ചർ? എക്സ്പെൻഡിച്ചർ ഈസ് റെഫേഴ്സ് ടു ആസ് ദ ആക്ട് ഓഫ് സ്പെൻഡിങ് ടൈം, എനർജി ആൻഡ് മണി ഓൺ സംതിങ്. In economics, the means money spent on purchasing any goods or services. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനെങ്കിലും വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെയോ എനർജിയുടെയോ മണിയോ, പൈസ മാത്രമല്ല, സമയമാവാം, എനർജി ആവാം, ഇതിനെയല്ല നമ്മൾ അത് സ്പെൻഡ് ചെയ്യുവാണ്, നമ്മളുടെ കയ്യിൽ നിന്നും പുറത്തോട്ട് പോവുകയാണ്. അത് നമ്മൾ ചിലവാക്കുന്ന കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്കണോമിക് ടേമിൽ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പം ദർ ആർ 2 ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എത്ര തരമുണ്ട്? 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. അപ്പം എക്സ്പെൻഡിച്ചർ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാനോ സാധനമോ സേവനമോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? എക്സ്പെൻഡിച്ചർ എന്ന്. നെക്സ്റ്റ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് യു മീൻ ബൈ റവന്യൂ എക്സ്പെൻഡിച്ചർ? എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ഓൾ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ഡ്യൂറിങ് ദ റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് റിഗാർഡഡ് ആസ് എന്താ റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? ഓൾ എക്സ്പെൻസസ് വിച്ച് ആർ എൻകേർഡ് ഡ്യൂറിങ്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ടൈമിൽ നമുക്കുണ്ടാവുന്ന എല്ലാ എക്സ്പെൻസസും എന്താണ്? എന്ത് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്? നമ്മുടെ ബിസിനസ്സിലുണ്ടാവുന്ന ഓൾ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ഡ്യൂറിങ് ദ റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ് ആർ റിഗാർഡഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ മീൻസ് എന്താണ്? റവന്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അപ്പോൾ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടുകളെ പറയുന്ന പേരാണ് എന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ. നമുക്ക് റവന്യൂ വേണം. നമുക്ക് ഒരു ബിസിനസ് മുമ്പോട്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? റവന്യൂ വേണം. അപ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ്, ആ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പീരീഡിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് രണ്ടാമത്തെ, വെൻ ദ ബെനഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് ലൈക്ലി ടു ബി അവൈലബിൾ ഫ്രം മോർ ദാൻ വൺ അക്കൗണ്ടിങ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു 1 ഇയറിനുള്ളിൽ നമുക്കത് കിട്ടണം എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒന്നിൽ കൂടുതൽ വർഷം എടുത്തേക്കാം അതിൻ്റെ ബെനഫിറ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് റവന്യൂ കിട്ടി തുടങ്ങണമെങ്കിൽ നമുക്ക് ഒരുപാട് വർഷം, ഇപ്പോൾ ലുലു മാൾ കൺസ്ട്രക്ട് ചെയ്തു, പക്ഷേ അതിൽ നിന്നും റവന്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമ്മളത് ബിസിനസ് നടന്നുകൊണ്ട്, ഇപ്പോൾ 5 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞാലേ നമുക്ക് അതിൽ നിന്ന് റവന്യൂ കിട്ടുന്നുള്ളൂ. സോ അപ്പോൾ ആ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ആ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ടാണ് എന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ദ ബെനഫിറ്റ്. അതിൽ നിന്ന് ബെനഫിറ്റ് എന്താണ് കിട്ടുന്നത്? ഈസ് നോട്ട് ലൈക്ലി അവൈലബിൾ മോർ ദാൻ 1 ഇയർ അല്ല, മോർ ദാൻ 1 ഇയർ കഴിഞ്ഞാലേ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി തുടങ്ങുള്ളൂ? ബെനഫിറ്റ് കിട്ടി തുടങ്ങുള്ളൂ. മൂന്നാമത്തത്, റവന്യൂ എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് നെയ്തർ ക്രിയേറ്റ്സ് അസറ്റ് ഓർ റെഡ്യൂസസ് ദ ലൈബിലിറ്റി. അപ്പോൾ നമ്മൾ അസറ്റുകൾ എന്ത് ചെയ്യുകയാണ്? ക്രിയേറ്റ് ചെയ്യും. ലൈബിലിറ്റിയെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. റവന്യൂ എക്സ്പെൻഡിച്ചർ നെയ്തർ ചില സമയങ്ങളിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടുവാണ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി, അപ്പോൾ അത് നമുക്കൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ചില സമയത്ത് നമ്മുടെ നമുക്ക് ചില ലൈബിലിറ്റീസ് കുറയ്ക്കുന്നുണ്ട്. നമ്മൾ ചില എക്സ്പെൻഡിച്ചർ നമ്മളിപ്പോൾ ഒരു ലൈബിലിറ്റി കൊടുത്ത് തീർക്കാൻ വേണ്ടി നമ്മളൊരു അസറ്റ് വിൽക്കുന്നുണ്ട്, ലാൻഡ് വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ വസ്തുവിനൊക്കെ വില കയറി കിടക്കുന്ന സമയമാണ്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? അതിൽ നിന്ന് ഒരു റവന്യൂ ജനറേറ്റ് ആയി. സോ അത് എന്താണ്? നമുക്ക് അസറ്റിൻ്റെ ലൈബിലിറ്റി കുറയ്ക്കുന്ന ഒരു കാര്യവും കൂടെയാണ് എന്തെന്ന് പറയുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാലാമത്തത്, എക്സാമ്പിൾസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ഡേ ടു ഡേ conducted of business such as wages, salary, rent,
പോർട്ടേജ്, സ്റ്റേഷനറി, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി എക്സെട്ര. അപ്പോൾ എന്താണ് നമ്മൾ ഡേ ടു ഡേ കാര്യങ്ങളിൽ ഇപ്പോൾ വേജ് കൊടുക്കുന്നതാവാം ഒരു ബിസിനസ്സിൽ, അല്ലെങ്കിൽ ഒരു ഫേമിന് വേജ് കൊടുക്കുന്നതാവാം, സാലറി, റെൻറ്റ്, സ്റ്റേഷനറി, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ നേച്ചറിലുള്ളതാണ്. നെക്സ്റ്റ് എന്താണ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ബൈയിങ് ഗുഡ്സ് ഫോർ റീസെയിൽ ഓർ റോ മെറ്റീരിയൽ ഫോർ മാനുഫാക്ചറിങ്. നമ്മൾ ഗുഡ്സ് സെല് ചെയ്യാൻ വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ബൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു റീറ്റെയിൽ സ്ഥാപനമാണെങ്കിൽ അവർ ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഗുഡ്സ് വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? റീസെയിൽ നടത്താൻ വേണ്ടി. മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നുണ്ട്. സോ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? എക്സ്പെൻഡിച്ചേഴ്സിന് എക്സാമ്പിളാണ്. മൂന്നാമത്തെ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ ഫിക്സഡ് അസറ്റ് സച്ച് ആസ് റിപ്പേഴ്സ് ആൻഡ് റിന്യൂവൽസ് ഓഫ് ബിൽഡിംഗ്, മെഷീനറി എക്സെട്ര. അടുത്തൊരു കേസിൽ നമുക്കൊരു ഫിക്സഡ് അസറ്റ് ഓൾറെഡി ഫേമിലുണ്ട്. അതിൽ നമുക്ക് എന്ത് നടത്തണം? മെയിൻ്റനൻസോ റിപ്പേഴ്സോ നടത്തണം. അല്ലെങ്കിൽ ഒരു മെഷീനറിക്ക് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു, അത് നമ്മൾ ശരിയാക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് പറയുന്ന പേരെന്തെന്ന് പറയുന്നത്? എക്സ്പെൻഡിച്ചറാണ്. അതും എന്ത് നേച്ചറാണ്? എക്സ്പെൻഡിച്ചർ നേച്ചറാണ്. ഇപ്പോൾ ഫിക്സഡ് അസറ്റിന് വരുന്ന റിപ്പേഴ്സ്, റിന്യൂവൽസ്, മെഷീനറിക്ക് ഉണ്ടാകുന്ന റിന്യൂവൽസ്, ഇതൊക്കെ നമ്മൾക്ക് എന്ത് നേച്ചറാണ്? എക്സ്പെൻഡിച്ചർ നേച്ചറാണ്. നെക്സ്റ്റ് 4 ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. ദിസ് ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് റവന്യൂ ലോസ്. അപ്പോൾ നമുക്കൊരു ഫിക്സഡ് അസറ്റിന് എന്തുണ്ടാവുന്നുണ്ട്? ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട്, തേയ്മാനം സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ റവന്യൂവിനെ കുറയ്ക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് എ റവന്യൂ നേച്ചർ. നമ്മുടെ റവന്യൂവിന് അതെന്താണ്? ഒരു കുറവാണ്. നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട റവന്യൂവിലുള്ള കുറവാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ. ഇപ്പോൾ ഒരു മെഷീനറി ഫിക്സഡ് അസറ്റാണ്, അത് തേയ്മാനം സംഭവിച്ച് കാലപ്പഴക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന റവന്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. നെക്സ്റ്റ് 5 interest on loan borrowed on running the business. Any interest on loan paid during the initial period before the production commences is not treated as revenue expenditure. It is treated as capital expenditure. ഇപ്പോൾ ഒരു എന്താണ് നമ്മൾ അടുത്ത നേച്ചറാണ് പോകുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്? അതായത് ഇപ്പം നമ്മൾ ബോറോ ചെയ്ത മണി, അല്ലെങ്കിൽ നമ്മൾ എവിടുന്നെങ്കിലും കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്, ലോണായിട്ട് എടുത്തിട്ടുണ്ട്. ആ ലോണിന് നമ്മൾ കൊടുക്കുന്ന ഈ പേയ്മെൻറ്റ്, അതായത് ഇൻട്രസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ തിരിച്ചു കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ലോൺ ബാങ്കിൽ നിന്നാണെങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പം ആ ലോൺ എടുക്കുന്ന നമ്മൾ എന്തിനു വേണ്ടിയാണ്? അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മീൻസ് ബിസിനസ്സിലേക്ക് നമ്മൾ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും ഈ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ സോ അതൊരിക്കലും ഒരു റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ അല്ല. അതിനെ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബോറോഡ് ഫോർ റണ്ണിങ് എ ബിസിനസ്. ഒരു ബിസിനസ് റൺ ചെയ്യാൻ ഇപ്പോൾ ഒരു ഓൺട്രപ്രണറുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന ആളുടെ കയ്യിൽ ഇനിഷ്യൽ ക്യാപിറ്റൽ ഒരുപാട് രൂപ കാണണമെന്നില്ല. അയാളത് പലയിടത്തു നിന്നായിട്ട് ബോറോ ചെയ്തിട്ടുള്ള മണിയാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള മണിയാണ്. സോ അങ്ങനെ വരുമ്പോൾ അതൊരു എക്സ്പെൻഡിച്ചർ നേച്ചറാണ്, കാരണം തിരിച്ചു കൊടുക്കണം. പക്ഷേ അതൊരിക്കലും ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല. അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. മൂലധനത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാവുന്ന ചിലവുകളെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. 6 ലീഗൽ ചാർജസ് ഇൻകേർഡ് ഡ്യൂറിങ് ദ റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ് സച്ച് ആസ് ലീഗൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ്, ലീഗൽ ചാർജസ് ഇൻകേർഡ് ഓൺ ഡിഫെൻഡിങ് എ സ്യൂട്ട് ഫോർ ഡാമേജ് എക്സെട്ര. അപ്പോൾ എന്താണ്? എന്തെങ്കിലും ഒരു ലീഗൽ ചാർജസ്, ഇപ്പോൾ ഒരു ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു കോടതി കേസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻസസുകളൊക്കെ എന്താണ്? റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചറാണ്. ലീഗൽ ചാർജസ് എന്താണ്? എന്തെങ്കിലും ബിസിനസ്സിന് സംഭവിച്ചു, ഒരു കോടതിയിൽ പോകണം, ഇപ്പോൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ചെക്ക് മടങ്ങി, അപ്പോൾ അത് നമ്മൾ കോർട്ട് വഴി സെറ്റിൽ ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്താവും? എക്സ്പെൻസസ് ആവാറുണ്ട്. പക്ഷേ അതൊക്കെ എന്താ? നമുക്ക് എക്സ്പെൻഡിച്ചർ നേച്ചർ ആണെങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതായതുകൊണ്ട് സോ it is a expenditure in nature or revenue expenditure. Next, അഞ്ചാമത്തത് the revenue expenditure is incurred to maintain the profitability of business, while a capital expenditure is incurred to increases the earning capacity of the business. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എന്തിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്
നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി, ബിസിനസ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആ ഒരു സൈസ് വർദ്ധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ മൂലധനം വർദ്ധിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടുകളെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ മീൻസ് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്ന പൈസ പറയുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നമ്മുടെ കപ്പാസിറ്റി കൂട്ടുകയാണ്, ബിസിനസ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുകയാണെങ്കിൽ അതിനെ എന്താ പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആറാമത്തെ, അണ്ടർ സർട്ടൺ സർക്കംസ്റ്റാൻസസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ നേച്ചർ ബിക്കം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ദോസ് ആർ. അപ്പോൾ ചില സർക്കംസ്റ്റാൻസസിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്തായി മാറാറുണ്ട്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി മാറാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എ, റിപ്പേഴ്സ് എക്സ്പെൻസസ് ഓഫ് എ റവന്യൂ നേച്ചർ ബട്ട് വെൻ ആൻ ഓൾഡ് മെഷീനറി ഈസ് പർച്ചേസ്ഡ് ആൻഡ് മണി ഈസ് സ്പെൻഡ് ഓൺ ഇറ്റ്സ് റിപ്പേഴ്സ് ടു മേക്ക് ഇൻ ദ വർക്കിംഗ് കണ്ടീഷൻ ഈസ് ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് മെഷീനറി ആൻഡ് ട്രീറ്റഡ് ആസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പേഴ്സ് ഉണ്ടാവാം. ഒരു മെഷീനറി നമ്മൾ വാങ്ങിച്ചു, അത് പുതിയ മെഷീനറി അല്ല, സെക്കൻഡ് ഹാൻഡ് മെഷീനറി, ഓൾഡ് മെഷീനറി ആയിരുന്നു. പക്ഷേ അത് വർക്കിംഗ് കണ്ടീഷനിലാക്കണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ റിപ്പയർ ആവശ്യമുണ്ട്. അപ്പോൾ ഓൾഡ് മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ അതെന്താണ് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരുന്നു. പക്ഷേ അതിനകത്ത് റിപ്പേഴ്സ് മെയിൻ്റനൻസ് ഒക്കെ നടത്തി കുറച്ചുകൂടെ കോസ്റ്റ് ആഡ് ചെയ്യും, എന്ന് വെച്ചാൽ അതിന് കുറച്ചുകൂടെ പൈസ നമ്മളെ കയ്യിൽ നിന്ന് ചിലവായി. അപ്പോൾ അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ആ മെഷീനറീനെ നമ്മൾ പിന്നെ ട്രീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വേജ് പെയ്ഡ് ഇൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ബട്ട് ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ടു ഇൻസ്റ്റാൾമെൻറ്റ് ദ മെഷീനറി ഇൻ ഫാക്ടറി ഓർ വേജ് പെയ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് ഓർ മെഷീനറി എക്സെട്ര ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ വേജ് കൊടുക്കുകയാണ്, അത് നമ്മൾ മന്ത്ലി ബേസിസിൽ കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിലാണ്. ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ കൺസ്ട്രക്ഷൻ ഓരോ ദിവസവും നമ്മൾ അവർ ചെയ്ത ജോലിക്ക് മാത്രം ജോലി അളന്നുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമുക്കത് എന്താവുകയാണ്? അതെന്ന് വെച്ചാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇപ്പോൾ ഒരു ബിൽഡിങ്, അത് ചിലപ്പോൾ 1 വർഷം എടുത്തേക്കാം, 1.5 വർഷം എടുത്തേക്കാം. ഫ്ലാറ്റൊക്കെ പണിയാണ്. അപ്പം അവർക്ക് ഫ്ലാറ്റ് പണിയുമ്പോൾ അവർക്കുള്ള വേജസ്, അവരുടെ തൊഴിലാളികൾക്ക് വേജ് കൊടുക്കുന്നത് റവന്യൂ നേച്ചർ ആണെങ്കിലും, പക്ഷേ അത് ലോങ് ടേമിലേക്കാകുമ്പോൾ അത് എന്താവുന്നുണ്ട്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കാരണം ഒരു മൂലധനം ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ പോകുന്നതാണ്. ബിൽഡിംഗ് മീൻസ് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ കൺസ്ട്രക്ഷന് വേണ്ടി ഒക്കെ ആകുമ്പോഴത്തേക്കും അതെന്താവുന്നുണ്ട്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവുന്നുണ്ട്. സി എന്താണ്? ലീഗൽ എക്സ്പെൻസസ്. These are the expenses nature but if paid in consideration or acquiring asset are required as capital expenditure and are added to the cost asset. ചില നേരങ്ങളിൽ ഈ റവന്യൂ എക്സ്പെൻസസ് നമ്മൾ നേരത്തെ പഠിച്ചു. ലീഗൽ എക്സ്പെൻസസ് നമ്മൾ നേരത്തെ പഠിച്ചു. റവന്യൂ ഈ നേച്ചർ ആണെന്ന് പഠിച്ചു. പക്ഷേ അതെന്താണ്? അതൊരു അസറ്റിനെ അക്യൂർ ചെയ്യാൻ, ഇപ്പോൾ ഒരു കേസിൽ കിടക്കുന്ന വസ്തു, അത് നമുക്ക് വിധി വരുന്നവരെ നമ്മൾ ആ കേസ് വാദിക്കേണ്ടേ. കാരണം അതൊരു ഹ്യൂജ് എമൗണ്ട് വാല്യൂ ഉള്ള ഒരു അസറ്റാണ്. ഇപ്പോൾ ഒരു കോടതിയിൽ കേസ് കിടക്കുന്ന വസ്തുവാണ്. അത് അനുകൂലമായിട്ട് ബിസിനസ്സിന് വിധിക്കണമെങ്കിൽ വർഷങ്ങൾ കേസ് പറയണം. അപ്പം അങ്ങനെ നമ്മൾ അതിന് വേണ്ടി ലീഗലായിട്ട് മൂവ് ചെയ്യുന്നതിന് ഇറക്കുന്ന എക്സ്പെൻസസിനെ പറയുന്ന പേര് ലീഗൽ എക്സ്പെൻസസ് എന്നാണ്. അപ്പോൾ ലീഗൽ എക്സ്പെൻസസ് ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി മീൻസ് ഒരുപാട് നാൾ കോടതിയിൽ കേസൊക്കെ പറഞ്ഞ് നമുക്ക് അനുകൂലമായിട്ട് ആ ഒരു അസറ്റ് നമ്മുടെ പേരിലോട്ട് ആവുമ്പോൾ അതെന്തായി? റവന്യൂ എക്സ്പെൻഡിച്ചർ മാറി, അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നേച്ചറിലായി. ഡി എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് to bring asset to factory and added to the cost of asset and are treated as capital expenditure. അപ്പോൾ ഈ ഈ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അതൊരു അസറ്റ് ടു ഫാക്ടറിയിലേക്ക് കൊണ്ടുവരിക. ചില അസറ്റുകൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മാനുഫാക്ചർ, റോ മെറ്റീരിയൽസ് ഇതൊക്കെ നമ്മുടെ ഫേമിലേക്ക്, നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് പറയുമ്പോൾ അതിന് കൊടുക്കുന്ന എക്സ്പെൻസസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അസറ്റ് നമ്മുടെ എക്സ്പെൻസസ് നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റിനെ അല്ലെങ്കിൽ ഫാക്ടറിയിൽ അതിൻ്റെ ഒരു ഇത് കൂട്ടുവാണെങ്കിൽ ഫാക്ടറി ആർ ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് അസറ്റ് ആൻഡ് ആർ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പം നമ്മുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ
ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് കൊടുക്കണം, അതിനൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് എന്താണ് ക്യാപിറ്റൽ നേച്ചറിലുള്ള ചില നേരങ്ങളിൽ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവാനും ചാൻസ് ഉണ്ട്. പിന്നെന്താ ഈ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പെയ്ഡ് ഡ്യൂറിങ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പീരീഡ് ഓഫ് ഫാക്ടറി മെഷീനറി ആൻഡ് കൺസ്ട്രക്ഷൻ പീരീഡ് ഓഫ് ബിൽഡിംഗ് ആർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അടുത്ത ഐറ്റമാണ് എന്താ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിന് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ പലയിടത്തു നിന്ന് നമുക്ക് പൈസ ക്യാപിറ്റലിന് വേണ്ടി നമുക്ക് ഈ ക്യാപിറ്റലിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഇല്ലേ, നമ്മളുടെ ലോണിനൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അതൊക്കെ എന്താണ്? ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി, അവരുടെ കപ്പാസിറ്റി വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പെയ്ഡ് ഡ്യൂറിങ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫാക്ടറി. ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷീനറി അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ പീരീഡിൽ നമ്മൾ കൊടുക്കുന്ന ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ത് നേച്ചറിലുള്ളതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നേച്ചറിലുള്ളതാണ്. അടുത്ത എന്താണ്? റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഓർ എനി അതർ അസറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മുടെ നമ്മുടെ ഫേം അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു ബിൽഡിങ്ങിന് വേണ്ടി. കട്ട, സിമൻറ്റ്, മണ്ണ്, ഇതെല്ലാം റോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ കൂട്ടാൻ വേണ്ടി, കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയുള്ളതായതുകൊണ്ട് അതിനെ നമ്മൾ എന്താണ്? ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ജി എന്താണ്? ബ്രോക്കറേജ് ആൻഡ് കമ്മീഷൻ. ബ്രോക്കറേജ് കൊടുക്കുന്നതും കമ്മീഷൻ കൊടുക്കുന്നതും. ബ്രോക്കറേജ് ആൻഡ് കമ്മീഷൻ പെയ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് അസറ്റ് ആൻഡ് ആർ ട്രീറ്റഡ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ആർ ആഡഡ് ടു ദ കോസ്റ്റ്. അപ്പം നമ്മുടെ ബ്രോക്കറേജും കമ്മീഷനും, അപ്പോൾ നമുക്കൊരു സാധനം, ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇടനിലക്കാരുണ്ടാവും. അപ്പം ഒരു വസ്തു വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാങ്ങിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ബ്രോക്കർമാരും തേർഡ് പാർട്ടീസൊക്കെ ഒരുപാട് പേര് കാണും. അവർക്ക് കൊടുക്കുന്ന ചാർജസും കമ്മീഷൻസും ഒക്കെ എന്തിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്യൂർ ചെയ്യാൻ വേണ്ടിയല്ലേ, നമ്മുടെ ബിസിനസ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലേ. സോ അതിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമാണ്. എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പഠിച്ചു. അതിനെ രണ്ടായിട്ട് സബ്ഡിവൈഡ് ചെയ്ത് റവന്യൂ എക്സ്പെൻഡിച്ചർ പഠിച്ചു. ക്യാപിറ്റൽ മെയിനായിട്ട് നോക്കേണ്ടത് റവന്യൂ എക്സ്പെൻഡിച്ചർ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ത് കൂട്ടാനുമാണ്? നമ്മുടെ ഫേമിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും വേണ്ടിയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ പോലും നമുക്ക് ലോങ് ടേമിലേക്കായിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു വിത്തിൻ എ ഇയറിനുള്ളിൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ഒന്നും കിട്ടി തുടങ്ങില്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ മോർ ദാൻ 1 ഇയർ കഴിഞ്ഞാലേ നമുക്കതിൽ നിന്നും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്, വോളിയം ഓഫ് കപ്പാസിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാർട്ടിൽ. താങ്ക് യു.